അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ബ്രെഡും കൊണ്ടുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജാറിലേക്ക് 2-3 ബ്രെഡ് എടുത്തു. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. എന്നിട്ട് ആവശ്യത്തിന് പാല്, പിന്നെ എൻ്റെ കയ്യിൽ വാനില എസൻസ് ഉണ്ടായിരുന്നില്ല, പകരം ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസ് കുറച്ച് ഒഴിച്ചായിരുന്നു. പിന്നെ ഞാൻ ആവശ്യത്തിന് പാലും, ഇവിടെ ആർക്കും മധുരം അങ്ങനെ ഓവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ഒരു 10-15 മിനിറ്റ് സംഭവം സെറ്റായിട്ട് വേണ്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു കേട്ടോ, അതാണ് ഞാൻ കാണാത്തത്. പിന്നെ ഞാൻ കാരമലൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഞാൻ അധികം പഞ്ചസാര ഇവർക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടില്ല. ഈ സംഭവം കറക്റ്റായിട്ട് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം പിള്ളേർ ആ കട്ട് ചെയ്തെടുത്ത് അതാണ് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഞാനത് കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ ഒപ്പം തന്നെ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ വാലിലിട്ട് തന്നെ അലഞ്ഞു പോകും. ഈസ്റ്റർ നമുക്ക് ഫുഡിൻ്റെ കൂടെയൊക്കെ ഇത് നമുക്ക് ഉൾപ്പെടുത്താം. നല്ല അടിപൊളിയാണ്, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സംഭവം സെറ്റാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കി നോക്കാനായിട്ട്